ഞങ്ങൾ യൂണിമണി എന്നുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇപ്പോൾ ഞങ്ങളുടെ റീബ്രാൻഡ് ചെയ്ത് വിസ്മണി എന്നാണ് ഞങ്ങളുടെ പേര്. സോ വിസ്മണിയും അതിൻ്റെ പ്രോഡക്റ്റ് നെയിമാണ് വിസ് വോയേജറും ഒമാൻ എയറും കൂടി ചേർത്ത് ഇറക്കുന്ന ഒരു കോ ബ്രാൻഡഡ് മൾട്ടി കറൻസി കാർഡ് വിച്ച് സപ്പോർട്ട് 37 കറൻസീസ്. അതാണ് ഇന്ന് നമ്മളിവിടെ ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ നമ്മൾക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 2 സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്. ഒന്ന് പഞ്ചാബ്, അത് കഴിഞ്ഞ് പിന്നെ കേരളവുമാണ്. കേരളത്തിലുള്ള പ്രവാസികൾ കൂടുതലും ഉള്ളത് UAE-യിലാണ്. ഞങ്ങളുടെ ഇപ്പോൾ ലാസ്റ്റ് 1 year ആയിട്ടുള്ള ഞങ്ങളുടെ പാറ്റേൺ നോക്കുവാണെങ്കിൽ 56% ഞങ്ങളുടെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ കാർഡ് യൂസ് ചെയ്യുന്നത് UAE ബേസ്ഡ് ആണ്. സോ അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളാണ് കൂടുതലും ബെനിഫിറ്റ് ആവുന്നത്. സോ അതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ കൊടുക്കുന്ന ഒരു പ്രത്യേക ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് ഒരു ബാക്ക് ബൈ ഒരു ആപ്പ് കൂടിയുണ്ട്. ഈ ആപ്പിൽ ഒരു ഇനാക്ട് കൺവേർഷൻ ചെയ്യാം. അതായത് ഒരു കറൻസിയിൽ ലോഡ് ചെയ്ത കറൻസി ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ഇപ്പോൾ നമ്മൾ UAE ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ UK-യിലേക്ക് പോകണം. സോ എൻ്റെ ദിറം എനിക്കിപ്പോൾ പൗണ്ടാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ആ കറൻസി ആ ആപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ അതാണ് അത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് AI ബേസ്ഡ് അനലിറ്റിക്സ് ആണ്. അതായത് ഈ സ്പെൻഡ് അനലിറ്റിക്സ് ഈ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കും. ഇത് കൂടുതൽ സ്പെൻഡ് ചെയ്തു, ഇതിൻ്റെ അടുത്ത് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെയാണ് നിങ്ങൾ ചെന്നിരുന്നെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് സേവ് ചെയ്യായിരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത്രയും സേവ് ചെയ്തു എന്നുള്ള ഒരു സ്പെൻഡ് അനലിറ്റിക്സ് AI ബേസ്ഡ് ആയിട്ട് കസ്റ്റമറിന് കൊടുക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള 2 മെയിൻ ഫീച്ചേഴ്സ്. ആക്ച്വലി ഇതിൻ്റെ മെയിൻ പർപ്പസ് ഈ കാർഡിൻ്റെ മെയിൻ പർപ്പസ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് വരുന്നത് ലീഷർ ട്രാവലേഴ്സ് ആണ്. അതിൻ്റെ അടുത്തത് വരുന്നത് സ്റ്റുഡൻസ് ആണ് ഹു ആർ ഗോയിങ് അബ്രോഡ് ഫോർ സ്റ്റഡീസ്. ഇപ്പോൾ അവരുടെ മെയിൻ്റനൻസിന് വേണ്ടി, ഇപ്പോൾ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഈ കാർഡിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യും. അവിടെ അത് സ്വൈപ്പ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇ-കോമിലും യൂസ് ചെയ്യാം. സോ ഈ 2 മേഖലയിലാണ് ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നത്. യൂസേജ് പെർസെൻറ്റേജ് വൈസ് നോക്കുവാണെങ്കിൽ 80% യൂസേജ് വരുന്ന ലീഷർ ട്രാവലേഴ്സും 12% വരുന്നത് സ്റ്റുഡൻസ് ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. ഈ കാർഡ് ഇന്ത്യയിൽ ഒരാൾ പുറത്തേക്ക് യാത്ര ചെയ്യുവാണെന്നുണ്ടെങ്കിൽ RBI ഗൈഡ് ലൈൻ പ്രകാരമുള്ള KYC ഡോക്യുമെൻറ്റ്സ് വേണം. പാസ്പോർട്ട് മാൻഡേറ്ററി ആണ്. വിസ ഉണ്ടാവണം. ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിലാണ് ഈ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഒരിക്കൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ ഡോക്യുമെൻറ്റേഷൻ ആവശ്യമില്ല. ഓൺലി ഒരു അപ്ഡേറ്റ് ഓഫ് KYC മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ മിനിമം ലിമിറ്റ് ഇല്ല. മാക്സിമം ലിമിറ്റ് ഒരു വർഷത്തിൽ $250,000, അതായത് $2.5 ലക്ഷം വരെ ലോഡ് ചെയ്യാം. അത് LRS ലിമിറ്റാണ്. അത് RBI പ്രിസ്ക്രൈബ്ഡ് ഗൈഡ് ലൈൻ പ്രകാരം ഉള്ളതാണ്. സോ അതുവരെ യൂസ് ചെയ്യും. ഇതിപ്പോൾ കുട്ടികൾക്ക് പാരൻസ് ലിവിങ് എക്സ്പെൻസിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ സ്പെൻഡ് എവിടെയാണെന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ അവർക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും. കാർഡ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അക്രോസ് ഇന്ത്യ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ 361 ബ്രാഞ്ച് ഉണ്ട്. ഇനി അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ 40 ബ്രാഞ്ച് കൂടി തുടങ്ങും. 400 ബ്രാഞ്ചുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കാർഡ് ലോഡ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. സോ അതുകൂടാതെ ഞങ്ങൾ ഡിജിറ്റൽ ആപ്പ് കൊണ്ടുവരുന്നുണ്ട്. കസ്റ്റമർ വിത്ത് ഡിജിറ്റൽ ആപ്പ് ക്യാൻ സെൽഫ് ഓൺ ബോർഡ് ചെയ്തിട്ട് കാർഡിന് റിക്വസ്റ്റ് കൊടുക്കാം. വീട്ടിലേക്ക് നമ്മൾ കാർഡ് അയച്ചു കൊടുക്കുന്നതായിരിക്കും.